അങ്ങനെ പെഹൽഗാമിനെ ചൊല്ലിയുള്ള സർവകക്ഷി യോഗം കഴിഞ്ഞു. സർവകക്ഷി യോഗത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ സർക്കാർ മുട്ടുമടക്കി. എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞൊരു സാധനം പ്രതിപക്ഷം കൊണ്ടുവരും. അതിലൊരു അത്ഭുതവുമില്ല. സുരക്ഷാ വീഴ്ചയില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, സുരക്ഷ അവിടെ ഇല്ലാത്തതിനാണല്ലോ, അതുകൊണ്ടാണല്ലോ അവർ കയറി വെടിവെച്ചത്. ഈ 10,000 സ്ഥലത്ത് സുരക്ഷ ഒരുക്കുന്നതിനിടയ്ക്ക് ഒരു സ്ഥലം വിട്ടുപോയി കഴിഞ്ഞാൽ അതിലേക്ക് കയറി കഴിഞ്ഞാൽ അത് അവൻ്റെ വിജയമാകും. ബാക്കി 9,999 സ്ഥലത്ത് തടഞ്ഞത് ഈ സെക്യൂരിറ്റി ഏജൻസികളിലെ വിജയമായിട്ട് ആരും ആഘോഷിക്കുകയില്ല. അവർക്കൊന്നും കൊടുക്കാറുമില്ല. അവർ നാട്ടുകാരെ ആദരിക്കുകയില്ല. ഈ മരിച്ചു കഴിഞ്ഞിട്ട് പരമവിശിഷ്ട സേവാ മെഡൽ എന്തെങ്കിലും കൊടുത്താലായി. അവർ ചെയ്യുന്നൊരു താങ്ക്ലെസ് ജോബാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ വലിയൊരു ശതമാനം ജനങ്ങൾക്ക് ഒരു രാജ്യസ്നേഹമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അവരുടെ ജീവൻ ആര് സംരക്ഷിക്കുന്നതെന്ന് അവർക്ക് വിലയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരാളുടെ ജീവൻ ഒരു ടെററിസ്റ്റ് എടുത്താൽ അത് ഈ പോലീസുകാരൻ്റെയോ പട്ടാളക്കാരൻ്റെയോ തലയിൽ വെച്ചിട്ട് അവനെ ചീത്ത പറയും. ഇതാണ് ഇന്നും പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത്. സർക്കാർ തുറന്നു പറഞ്ഞു, യെസ്, സുരക്ഷാ വീഴ്ചയുണ്ട്, ജൂണിലാണ് ഈ പ്രദേശം തുറന്നു കൊടുക്കേണ്ടത്, അത് ഏപ്രിൽ തന്നെ തുറന്നു കൊടുത്ത് ഞങ്ങളെ അറിയിച്ചില്ല. അപ്പോൾ അതൊരു വീഴ്ചയല്ലേ? അറിയിക്കേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ ചുമതലയല്ലേ കാശ്മീരിലെ? എന്താ അങ്ങേര് ഒമർ അബ്ദുള്ള, അയാൾ എന്ത് ചെയ്യായിരുന്നു? അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ, അങ്ങേര് എന്ത് ചെയ്യായിരുന്നു? വീഴ്ചയുണ്ടായി. ഞാൻ ഒമർ അബ്ദുള്ളയെയും മനോജ് സിൻഹയും ഒന്നും കുറ്റപ്പെടുത്തുകയില്ല. ഈ അബദ്ധങ്ങൾ അങ്ങ് സംഭവിക്കുകയാണ്. അതാരും മനഃപൂർവ്വം ചെയ്തെന്നൊന്നും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയില്ല. അതേസമയം പ്രതിപക്ഷത്തോട് എനിക്കും ചിലത് ചോദിക്കാനുണ്ട്. അപ്പോൾ കർണാടകയിൽ 2 പേര് മരിച്ചു. അതിലൊരാൾ ആന്ധ്രാക്കാരനാണ്, കർണാടകയിൽ താമസിക്കുന്നതേ ഉള്ളൂ. സിദ്ധരാമയ്യ പറഞ്ഞു 2 പേർക്കും 10 ലക്ഷം രൂപ വീതം കൊടുക്കും എന്ന് പറഞ്ഞു. അല്ല, ഈ ഒരാൾ കർണാടകക്കാരനല്ല. അങ്ങേര് പറഞ്ഞു, അല്ല ശരി, പക്ഷേ അയാൾ താമസിക്കുന്ന കർണാടകയിലല്ലേ, ഇവിടെ നിന്നല്ലേ പോയത്. അപ്പോൾ അതിൻ്റെ പേരിൽ 10 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കില്ല, അയാൾക്ക് വേണമെങ്കിൽ ആന്ധ്ര കൊടുത്തോട്ടെ എന്ന് പറയുന്നത് മര്യാദയാണ്? സിദ്ധരാമയ്യയാണ്, കോൺഗ്രസ്സുകാരനാണ് മുഖ്യമന്ത്രി. തൊട്ടപ്പുറത്ത് ആന്ധ്രയിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡു 10 ലക്ഷം രൂപ വീതം റിലീഫ് അനൗൺസ് ചെയ്തു. പരിക്കേറ്റവർക്ക് വേറെ കാശ്. ഇത് ഇവരൊക്കെ ദരിദ്രവാസികളായതുകൊണ്ടല്ല, സാമാന്യം നല്ല കാശുള്ളവരാണല്ലോ. ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഇവിടെ കാശ്മീർ വരെ ഫ്ലൈറ്റിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ സാമാന്യം കാശുള്ളവരാണ്. പക്ഷേ നമ്മുടെ ഒരു ആദരവിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. 10 ലക്ഷം രൂപ കൊണ്ട് ഈ ബംഗ്ലാവൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് എടുക്കാമെന്നേ ഉള്ളൂ. ബട്ട് ആസ് എ നേഷൻ വി റെസ്പെക്റ്റ്, വി മോൺ ദാറ്റ് ഡെത്ത്. ആ മരണത്തിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. ആ പങ്കുചേരലിൻ്റെ അടയാളമായിട്ട് ഒരു 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. 10 ലക്ഷം രൂപ കുറവാണെന്നോ കൂടുതലാണെന്നോ ഒക്കെ പറയാം. ഗുജറാത്ത് സർക്കാർ 5 ലക്ഷം വീതമാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ പിണറായി വിജയൻ എത്ര രൂപ കൊടുക്കും? പിണറായി വിജയൻ അറിഞ്ഞോ ഈ സംഭവം? സിദ്ധരാമയ്യയും ചന്ദ്രബാബു നായിഡും ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെ എയർപോർട്ടിൽ പോയി ഇവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വീട്ടുകാരോട് സംസാരിച്ച് ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഇവർക്ക് പോകാൻ പറ്റാതെ 2-3 സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റില്ല. അവിടെ വേറെ മന്ത്രിമാരെ വിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. മലയാളി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പേര് രാമചന്ദ്രൻ. ആ രാമചന്ദ്രൻ എന്ന് പേരുള്ളതുകൊണ്ടാണോ മുഖ്യമന്ത്രി അനങ്ങാത്തത്? 10 പൈസ കോമ്പൻസേഷൻ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തോ? വെറുതെയാണോ വെള്ളാപ്പള്ളി പറയുന്നത് ഈ നാട്ടിൽ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ, എങ്കിലേ 10 പൈസ കിട്ടുകയുള്ളൂ? വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അങ്ങേരുടെ പേരിൽ കേസെടുത്തു. ഇപ്പോൾ കാശ്മീരുകാരെല്ലാവരും പറയുന്നു മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവരെ കൊന്നത്. ഇതെല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയുമായിരുന്നില്ല. കാരണം മെയിൻ സ്ട്രീം ചാനലുകളെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തു ആ സംഭവം. ആ സ്ത്രീയെ കാണിച്ചു, പക്ഷേ അവരുടെ ഡയലോഗ് കേൾപ്പിച്ചില്ല. അവിടെ വരെ വന്നു കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്തു. ഒരു കൊച്ചു പയ്യൻ പറയുന്നു,
മുസ്ലിങ്ങൾ മാറി നിൽക്കുക, ഹിന്ദുക്കൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് വെടിവെച്ചതെന്ന് പറയുന്നു. ഇത് സത്യമല്ലേ? ഇത് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ധൈര്യം ഉണ്ടായോ? അപ്പോൾ അവർ പറയും BJP ഉണ്ടായിരുന്നല്ലോ, അവർ ചെയ്യട്ടെ എന്ന്. ഇങ്ങനെയാണ് നിങ്ങൾ ഹിന്ദുക്കളെ BJPയുടെ കള്ളിയിൽ കൊണ്ടുപോയി ചേർക്കുന്നതെന്ന് ഞാനും പറയും. ഹിന്ദുക്കളുടെ കാര്യം നോക്കണം, അത് BJP നോക്കട്ടെ എന്ന്, ഞങ്ങളെന്തിനു നോക്കണം? ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് നിങ്ങൾ പ്രോ ഇസ്ലാമാണെന്ന് ഹിന്ദുക്കൾ ചിന്തിക്കുന്നത്. അത് സത്യമാണ് തന്നെ. ഇപ്പോൾ ഹിന്ദുവിന് പകരം ക്രിസ്ത്യാനി ആയാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹിന്ദു ക്രിസ്ത്യാനിയെ വെടിവെച്ച് കഴിഞ്ഞാൽ വലിയ വാർത്തയാകും, കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം മുനമ്പം വഴി ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യമുണ്ടായി വരുന്നു. അതിന് തുരങ്കം വയ്ക്കാൻ എങ്ങനെയെങ്കിലും, മുനമ്പം പ്രശ്നം പരിഹരിച്ചാൽ ആ ഭീഷണി പോകുമല്ലോ, പക്ഷേ മുനമ്പം പ്രശ്നം പരിഹരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഉദ്ദണ്ഡപൂരിൽ ഒരു പള്ളിയിൽ ഒരു കള്ളൻ കയറിയിട്ട് മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയും ബഹളവും ചർച്ചയൊക്കെ നടത്തും. എന്തൊരു നാണക്കേടാണ് മലയാള മാധ്യമങ്ങളെ! എന്താ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് ഇന്ന് ഏഷ്യാനെറ്റ് ഇന്ത്യയുടെ മഹത്വം, ഇന്ത്യയുടെ കപ്പൽപ്പട ഇത്രയുണ്ട്, മറ്റേ പട്ടാളക്കാർ ഇത്രയുണ്ട്, അരിഹന്തിന് ഇത്ര ശക്തിയുണ്ട്, INS വിക്രാന്തിന് ഇത്രയുണ്ട്. വല്ല ഗ്രോക്കിലോ ജെമിനിയിലോ ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറി ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം, നമ്മൾ ചാറ്റ് ബോട്ട് എന്ന് പറയുമല്ലോ, ചാറ്റ് ബോട്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരങ്ങളേ ഉള്ളൂ. ഇത് ഇത്ര മൂപ്പിക്കാനൊന്നുമില്ല. നിങ്ങൾ രാജ്യസ്നേഹം കാണിക്കേണ്ടതൊന്നുമല്ല. നിങ്ങൾ ബേസിക്കലി ഹിന്ദു വിരുദ്ധരാണ്, ഇന്ത്യ വിരുദ്ധരാണ്. ഏഷ്യാനെറ്റ് പൗഡറും പൂട്ടിയിട്ടാലൊന്നും ഏഷ്യാനെറ്റ് അല്ലാതാവുന്നില്ല. ബട്ട് ഏഷ്യാനെറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഞാൻ സല്യൂട്ട് ചെയ്തേനെ ഏഷ്യാനെറ്റിന്. ഇതിൽ ഭീകരതയ്ക്ക് മതമില്ല എന്നൊക്കെ പറയും. മതം നോക്കിയല്ലേ ഈ ചെയ്തത്? അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളെയും കുട്ടികളെയും വെറുതെ വിട്ടു. എന്തിന്? അവർ ദീനദയാലുക്കളായതുകൊണ്ടാണോ? അല്ല. വർഷങ്ങളോളം ഈ ഓർമ്മ നിലനിൽക്കണം. ഈ പെണ്ണുങ്ങൾ നാട് നീളെ നടന്ന് അവരോട് ചോദിക്കുന്നവരോടും ചോദിക്കാത്തവരോടും ഒക്കെ ഈ കഥകൾ പറയണം. അങ്ങനെ ഈ ടെറർ സ്പ്രെഡ് ചെയ്യണം. കിൽ 1, ഫ്രൈറ്റൻ 1000. ഇതൊരു ബേസിക് കാര്യമാണ് എന്ന് പണ്ട് അരുൺ ഷൂറി പറഞ്ഞിരുന്നു. ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ സ്വഭാവം ഇതാണ്. കിൽ 1, ഒറ്റ ആളെ കൊന്നാൽ മതി, 1000 പേര് പേടിച്ചു പോകും, പിന്നെ ആരും മിണ്ടുകയില്ല. അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളെയും കുട്ടികളെയും വിട്ടിരിക്കുന്നത്. അതേസമയം ഇൻ്റർനാഷണലി അവർക്ക് ആർഗ്യൂ ചെയ്യാം, ഞങ്ങൾ മറ്റേ ഹമാസ് ചെയ്ത പോലെ സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ഞങ്ങൾ കൊന്നില്ല, ഹമാസിനേക്കാൾ ഞങ്ങൾ എത്രയോ ഭേദം എന്ന് പറയും. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ. നല്ല നട്ടാപ്ര വെയിലത്ത് ഒരു കൊച്ചുകുട്ടി, കഷ്ടിച്ച് 2 വയസ്സുള്ള കുട്ടി, ഒരു ഗ്ലാസ്സോ ഒരു കോപ്പയോ ആയിട്ട് നട്ടാപ്ര വെയിലത്ത് മരുഭൂമിയിൽ ഇങ്ങനെ ഇരിക്കും. ഗിവ് മീ വാട്ടർ, എനിക്ക് ദാഹിക്കുന്നു എന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഗിവ് മീ വാട്ടർ. ആ കൊച്ചുകുട്ടി അത് മുസ്ലിമാണെന്ന് അറിയിക്കാനായിട്ട് ചെറിയൊരു ട്രിക്കുണ്ട്. അതിൻ്റെ തലയുടെ പുറകിൽ ഒരു ചെറിയ വെള്ളത്തൊപ്പി, നെറ്റ് വെച്ച ഒരു വെള്ളത്തൊപ്പി, നമ്മുടെ ഇടിയപ്പം പോലെ ഇരിക്കുന്ന ഒരു തൊപ്പി. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. ഈ സാധനം ലോകം മുഴുവൻ ഇട്ട് കറക്കും. ഇപ്പോൾ ഈ നമ്മളെ പിന്തുണയ്ക്കുന്ന പല രാജ്യങ്ങളും ഓഹോ നിങ്ങൾ വെള്ളം കട്ട് ചെയ്ത് മോശമായി പോയി. ഇന്ത്യ ദുഷ്ടന്മാരായിട്ട് ഈ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഈ ഒരു കഷ്ടിച്ച് 3 ദിവസമേ എടുത്തുള്ളൂ ഇസ്രായേൽ ഹമാസിൽ വില്ലനും വിക്റ്റിമും മാറാനായിട്ട്. വില്ലനായിരുന്ന ഹമാസ് 3 ദിവസത്തിനകം വിക്റ്റിമായിട്ട് മാറി. ഓൾ ഐസ് ഓൺ റഫ, ഓർക്കുന്നില്ലേ? ബട്ട് ഇസ്രായേൽ വഴങ്ങിയില്ല. അങ്ങനെ വഴങ്ങാതിരിക്കാനുള്ള ശക്തി ഇന്ത്യൻ ജനതയ്ക്കുണ്ടോ? ഇന്നലെയും ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ പ്രധാന പ്രമേയം അതായിരുന്നു. ഈ നരേറ്റീവ് ഇറങ്ങും. സത്യത്തിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഹോൾഡ് ചെയ്തതിലൂടെ നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ടാപ്പ് അടയ്ക്കുന്ന പോലെ അങ്ങോട്ട് വെള്ളം നിൽക്കുകയൊന്നുമില്ല. വെള്ളം നിൽക്കാൻ ഒരുപാട് കാലമെടുക്കും. ഇത് പാകിസ്ഥാനും അറിയാം. പാകിസ്ഥാൻ എന്ത് ചെയ്തു? എന്തോ വലിയ തിരിച്ചടി എന്ന പോലെ സിംല കരാർ റദ്ദാക്കാനായിട്ട് ഞങ്ങൾ വി റിസർവ് അവർ റൈറ്റ് ടു ക്യാൻസൽ എനി അക്കോർഡ് ഇൻക്ലൂഡിങ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു സിംല എഗ്രിമെൻറ്റ്. ഇതാണ് സ്പെസിഫിക് വാചകങ്ങൾ. ഞങ്ങളുടെ അവകാശം റിസർവ് ചെയ്യുന്നു. എന്തിനാണ് റിസർവ് ചെയ്യുന്നത്? അതങ്ങോട്ട് തുറന്നു വിട്. അത് തുറന്നു വിട്. താനങ്ങോട്ട് സിംല കരാർ കീറിക്കളാൻ ഞങ്ങൾക്കൊരു പുല്ലുമില്ല.
അല്ലെങ്കിൽ തന്നെ എന്ത് സിംല കരാർ? ഈ കാർഗിലിൽ സിംല കരാർ വെച്ചാണോ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത്? അല്ലല്ലോ. സിംല കരാർ പണ്ടേ ആവിയായി പോയില്ലേ. പാകിസ്ഥാനാണത് കൂടുതൽ ലംഘിച്ചിട്ടുള്ളത്, ഇന്ത്യയല്ല. സിംല കരാർ അതിൻ്റെ പ്രധാന സംഗതി എന്താണെന്നറിയാമോ? നമ്മളുടെ LOC നിലവിൽ വന്നത് സിംല കരാർ, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ് ഒരു ദുരിതം നിലവിൽ വന്നത് സിംല കരാറിലാണ്. 13,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം പാകിസ്ഥാൻ്റെ നമ്മൾ പിടിച്ചെടുത്തു. അത് തിരിച്ച് സറണ്ടർ ചെയ്തു. ഞാൻ പറയുമ്പോൾ അതിന് അശ്ലീല അർത്ഥമൊന്നും എടുക്കരുത്. സിംല കരാറിൽ എത്താനായിട്ട് 3 ദിവസം എടുത്തു, 3 രാത്രിയും 2 പകലും. ഈ 3ാമത്തെ ദിവസം രാത്രി ഉദ്യോഗസ്ഥരാരുമില്ലാതെ ഇന്ദിരാഗാന്ധിയും ഭുട്ടോയും മാത്രം. ഭുട്ടോ വാസ് ഹാൻസം, ഇന്ദിര വാസ് ബ്യൂട്ടിഫുൾ. ഐ വിൽ നോട്ട് സേ എനിത്തിങ് മോർ ആൻഡ് ഐ ഡോണ്ട് മീൻ എനിത്തിങ് ബാഡ് ഓൾസോ. ആ രാത്രിയാണ് സിംല കരാർ ഒപ്പിടുന്നത്. ഭൂമിയിൽ ആരും ഇത്രയധികം സറണ്ടർ ചെയ്യില്ല. 93,000 പട്ടാളക്കാരുണ്ടായിരുന്നവരെ, തടവിലുണ്ടായിരുന്നവരെ ഫ്രീ ആയിട്ട് പാകിസ്ഥാന് കൈമാറി. 13,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുത്തത് ഫ്രീ ആയിട്ട് പാകിസ്ഥാന് കൊടുത്തു. ഇനിമേലിൽ തമ്മിൽ യുദ്ധം ചെയ്യില്ല എന്ന് കരാർ എഴുതി, സമാധാനം സ്ഥാപിച്ചു. ഇതെന്തൊരു പരിപാടി! ആകെ കിട്ടിയ ലോട്ടറി ബംഗ്ലാദേശിന്, അത് ബംഗ്ലാദേശുകാർക്ക്. അവിടെ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് ഞാൻ ചെറുപ്പത്തിൽ എനിക്കറിയാം 5 പൈസയുടെ സ്റ്റാമ്പ് ഇറക്കി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. 2 മേടിച്ചോടാന്ന് പറഞ്ഞ് 10 പൈസ അമ്മ എനിക്ക് തന്നു. 10 പൈസ എന്ന് വലിയ തുകയാണ് കേട്ടോ. 10 പൈസ തന്ന് 2 മേടിച്ചു, പാവങ്ങൾക്ക് ശാപ്പാട് കൊടുക്കാനില്ലേ എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റാമ്പ് മേടിച്ചു ഞാൻ. ഇതാണ് സിംല കരാർ വഴിയും ആ യുദ്ധം വഴിയും നമുക്ക് കിട്ടിയത്. അതും ഭാരതത്തിലെ ജനങ്ങൾ സഹിച്ചു. ശരി, ആയിക്കോട്ടെ, ഇവിടെ വെച്ചെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ചു. എവിടെ തീരാൻ? പിന്നെ എത്ര ആക്രമണങ്ങൾ, പാർലമെൻറ്റ് ആക്രമണം, കാർഗിലിലെ ആക്രമണം, മുംബൈ ടെറർ അറ്റാക്ക്. ഇതെന്താപ്പം ഇതിങ്ങനെ തുടരുമോ? തുടരുമെന്നാണ് ഇപ്പോൾ അവരുടെ പട്ടാള മേധാവി ആസിം മുനീർ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഹിന്ദു മുസ്ലിം സിവിലൈസേഷൻ വാറാണെന്ന് അങ്ങനെ തീർത്ത് പറഞ്ഞു. നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ, മറ്റുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് വീഡിയോ ഉണ്ട്, ഇംഗ്ലീഷ് ഹിന്ദിയും അവിടുത്തെ യൂട്യൂബർമാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളം മീഡിയ ഇപ്പോഴും പാകിസ്ഥാനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഈ മീഡിയ ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, 24 ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവരൊക്കെയാണ് നമ്പർ 1 കൊമ്പന്മാർ ബാർക്ക് റേറ്റിങ്ങിൽ. അപ്പോൾ എങ്ങനെയുണ്ട്? സത്യമായിട്ട് തുറന്ന് പറയണ്ടേ? ഒരു കാര്യത്തിൽ വർഗീയതയുണ്ടെങ്കിൽ വർഗീയതയുണ്ട്. നിങ്ങൾക്ക് ഈ ഹിന്ദുക്കൾ കണക്ക് ചോദിക്കുമ്പോൾ മാത്രമാണല്ലോ വർഗീയതയാവുന്നത്. മറ്റുള്ളവർ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. ഇസ്ലാമിന് എന്തും ചെയ്യാം എന്നാണ്. അത് കാശ്മീരിലായാലും കേരളത്തിലായാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇസ്ലാമിനെ സംരക്ഷിച്ച് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് ബോർഡ് കഴുത്തിൽ തൂക്കിയിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അതിന് പറ്റിയ രീതിയിൽ പ്രതിപക്ഷവും പ്രവർത്തിക്കുന്നു. നാളെ രാഹുൽ ഗാന്ധി കാശ്മീരിലേക്ക് പോകുന്നു. എന്തിനാ ആശാനെ പോകുന്നത്? ഇനി നിങ്ങൾ പോയിട്ട് അവിടെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. നിങ്ങളുടെ വർത്തമാനം ഒട്ടും ശരിയല്ല, നിങ്ങളുടെ നാക്കൊട്ടും ശരിയല്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി. ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ എന്താ, ഇപ്പം ഒരേ ഒരു കാര്യം ഞാൻ പറയട്ടെ. റീസെൻ്റ്ലി രാഹുൽ ഗാന്ധി അടിച്ചാടിയാണ്. ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു. അപ്പോൾ എൻ്റെ അച്ഛൻ അല്ല അപ്പൂപ്പൻ നെഹ്റുവും കൂട്ടരും അലഹബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി, കുറേ ബ്രിട്ടീഷുകാരെ ട്രെയിനിൽ നിന്ന് തള്ളിയിടാനായിട്ട്. എൻ്റെ ദൈവമേ, ബ്രിട്ടീഷുകാരാണോ ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്? അത് സൗത്ത് ആഫ്രിക്കയിലല്ലേ സംഭവം. അന്ന് നെഹ്റു ജനിച്ചിട്ട് പോലും ഇല്ല. അന്ന് ഈ രാഹുൽ ഗാന്ധിയോട് ആരാ ഒന്ന് പറഞ്ഞു കൊടുക്കുക? എനിക്കറിയില്ല. ഇല്ലേ സിനിമയിലൊക്കെ പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്കുമോനെ എന്ന് പറയേണ്ട ഗതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി നിങ്ങളെങ്ങും പോകണ്ട. നിങ്ങൾ വല്ല കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി പ്രസംഗിക്കുക, കാശ്മീരിലൊക്കെ പോവാതെ വെറുതെ. പിന്നെ ഇയാളെ സംരക്ഷിക്കാൻ അടുത്ത പടയിറങ്ങണമല്ലോ. ഇയാളുടെ മേത്തെങ്ങാനും ഒരു മണ്ണ് വീണ് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ കടന്നു കൊടുക്കാൻ പറ്റുമോ? നരേന്ദ്രമോദിയെ തല്ലിക്കൊന്നാൽ പോട്ടെ എന്ന് വയ്ക്കാം, പക്ഷേ ഈ ചരക്കിനെ സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഏർപ്പാട്
നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എങ്ങും കാണില്ല. ഏതായാലും മോദി ബീഹാറിൽ നിന്നാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. പറയാനുള്ളത് മുഴുവൻ ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ടപ്പെന്ന് ഇംഗ്ലീഷിലേക്ക് മാറി ലോകത്തെ തന്നെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. ഈ ഒറ്റ ഒരെണ്ണത്തെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഒരു കാരണവശാലും ഇവർ ശിക്ഷ കിട്ടാതെ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല, കം വാട്ട് മേ. ഈ രീതിയിലായിരുന്നു ആ പ്രശ്നം. സോ മെസ്സേജ് ഈസ് വെരി ക്ലിയർ. ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗത്താണ്. INS വിക്രാന്ത് അറബിക്കടലിൽ മെല്ലെ ചലിച്ചു തുടങ്ങി. INS സൂറത്തിൽ നിന്ന് പരീക്ഷണാർത്ഥം ഒരു മിസൈൽ വിക്ഷേപിച്ചു. വ്യോമസേനയുടെ അഭ്യാസം വേറെ നടക്കുന്നു, അത് കരയിലാണ് നടക്കുന്നത്. ഇന്ത്യൻ നേവി ഏകദേശം കറാച്ചി പോർട്ട് ബ്ലോക്ക് ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം കറാച്ചി പോർട്ട് ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെ യുദ്ധം ആണല്ലോ. ബ്ലോക്ക് ചെയ്ത് കാണില്ല, ബട്ട് ഏത് നിമിഷവും ബ്ലോക്ക് ചെയ്യാം എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഏറ്റവും ശക്തമായിട്ട് അടിക്കാൻ പോകുന്നത് ഇന്ത്യൻ നേവിയാണ്. കരസേനയും ഒട്ടും കുറവല്ല. 71 യുദ്ധത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ, അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനാണല്ലോ, ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാൻ. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ലാഹോറിൻ്റെ 1.5 കിലോമീറ്റർ അടുത്ത് വരെ നമ്മളുടെ പട്ടാളം പോയതാണ്. അപ്പോഴാണ് സീസ് ഫയർ പ്രഖ്യാപിക്കുന്നത്. കരഞ്ഞുപോയി അന്ന് ജനറൽ കാൻഡത്ത്, മലയാളിയായിരുന്നു കാൻഡത്ത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എത്ര പിള്ളേരെ ഞാൻ കുരുതി കൊടുത്തു. അവർ മൈ ബോയ്സ് എന്നാണല്ലോ പറയാറുള്ളത്. എത്ര പിള്ളേരെ ഞാൻ കുരുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് പാകിസ്ഥാനെ നമുക്ക് നേരിടാനായിട്ട് ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. എന്തിനും ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഉറി സർജിക്കൽ സ്ട്രൈക്ക്, ബാലാക്കോട്ട് സ്ട്രൈക്ക്, ഇതിലിങ്ങനത്തെ പ്രസംഗങ്ങളോ തയ്യാറെടുപ്പോ നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. കാരണം അത് യുദ്ധമായിരുന്നില്ല, ഒരു ലിമിറ്റഡ് ഓപ്പറേഷൻ നമ്മൾ മനസ്സിൽ കണ്ടു. ആ ലിമിറ്റഡ് ഓപ്പറേഷൻ തന്നെ മുഴുവനായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഭിനന്ദൻ എന്നുള്ള ഒരു പ്രശ്നം വന്നു, അതിൽ വെച്ച് നമ്മൾ വിട്ടുകളഞ്ഞു എന്ന് പറയാൻ കാര്യം. എന്തുമായിക്കോട്ടെ, ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഹിസ്റ്ററി. ഗതം ഗതം സർവം ഉപേക്ഷണീയം, ആയാതം ആയാതം അപേക്ഷണീയം. അതാണല്ലോ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ശരി, പോയത് പോട്ടെ, ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ്, ഇംഗ്ലീഷിലും പറയും. ഇനിയിപ്പോൾ വരുന്നതിന് നോക്കാം, അതിനുള്ള തയ്യാറെടുപ്പെടുക്കാം. അപ്പോഴും ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരു പൊങ്ങച്ചവും പറയുന്നില്ല. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആറ്റം ബോംബിടും, മാർച്ച് അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ടോപ്പിലുള്ളവർ. നിങ്ങളുടെ പട്ടാളത്തിലും നിങ്ങളുടെ ഭരണകൂടത്തിലും നിങ്ങൾക്ക് വിശ്വാസം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അവർ അവരുടെ ഡ്യൂട്ടി ചെയ്തോളും. നമ്മൾ അനാവശ്യമായ ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഏയ് നരേന്ദ്രമോദി ഇവിടെ വാ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ആ അടിക്ക് കവളം മടലിനടിക്ക്, കടലാവണക്കമ്പത്തലിനടിക്ക് കംപ്ലീറ്റ് ഛിന്ന ഭിന്നമായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയരുത്. അതൊന്നും ശരിയല്ല. അതൊന്നും രാജ്യസ്നേഹത്തിൻ്റെ ലക്ഷണമല്ല. വെറുതെ വികാരജീവികളുടെ വൈകാരികമായ ഔട്ട്ബേസ്റ്റാണ് അതെല്ലാം. അത് അവഗണിക്കുക. കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കേണ്ട മുറയ്ക്ക് നടക്കും. അതല്ലാതെ ഇടയ്ക്ക് കയറിയിട്ട് തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്ന് പറഞ്ഞിട്ട് ബഹളം കൂട്ടേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ ആ സ്വാമി തേങ്ങ ഉടയ്ക്കാനും പോകുന്നില്ല. ആ കാർന്നോർ അങ്ങനത്തെ പ്രകൃതക്കാരനാണ്. കാർന്നോരിൽ ഒരു വിശ്വാസം അർപ്പിക്കുക തൽക്കാലമെങ്കിലും. താങ്ക് യു.